തൊടുന്നതെല്ലാം പൊന്നാകും. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളൊരു വാചകമാണ് തൊടുന്നതെല്ലാം പൊന്നാകുക എന്ന് വെച്ചാൽ ഇങ്ങനെ തൊട്ടു എന്ന് കരുതിയിട്ട് പൊന്നാകും, അങ്ങനെയല്ല. മറിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയത്തിലായി കിട്ടും. അതാ പറഞ്ഞതിൻ്റെ പൊരുൾ. നമ്മൾ ചെയ്യുന്ന, ഉദ്ദേശിക്കുന്ന, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളാകട്ടെ, കച്ചവടങ്ങളാകട്ടെ, മറ്റു കാര്യങ്ങളാകട്ടെ, പഠനങ്ങളാകട്ടെ, ഇതൊക്കെ പൊന്നായി കിട്ടുക എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഉദ്ദേശിച്ചതുപോലെ മൂല്യമുള്ളതായി കിട്ടുക എന്ന, വിലയുള്ളതായി കിട്ടുക ഇല്ലേ? ഒരാൾ ജോലി ചെയ്യുകയാണ്, അയാളുടെ ജോലിയിൽ വലിയ ഉയർച്ച ഉണ്ടാകുക, സമ്പത്തിൽ വലിയ ഉയർച്ച ഉണ്ടാകുക, കച്ചവടത്തിൽ ഉയർച്ച ഉണ്ടാകുക, പഠനത്തിൽ മികവുണ്ടാകുക തുടങ്ങി എല്ലാ കാര്യങ്ങളും വിജയത്തിലായി കിട്ടും. അതാണ് ആ പറഞ്ഞതിൻ്റെ പൊരുൾ. ഇൻഷാ അല്ലാഹ് അത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളിലും വലിയ ഫത്ഹും വിജയവും ഉണ്ടാകാൻ, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, ആ തൊടുന്ന സംഗതികളൊക്കെ പൊന്നായി കിട്ടാൻ ഉപകരിക്കുന്ന 3 ദിക്റുകൾ ഞാനൊന്ന് പറഞ്ഞുതരാം. ഇതൊക്കെ നമുക്ക് അറിയുന്ന ദിക്റാണ്. എന്നാലും ഈ ഒരു തർത്തീബിൽ, ഈ ഒരു ക്രമപ്രകാരം ഇതൊന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ, അറിയുന്നതാകുമ്പോൾ വേറൊരു ഗുണവും കൂടെ ഉണ്ട്. കുത്തിയിരുന്ന് കാണാൻ പഠിക്കണ്ടല്ലോ. അറിയുന്നതാകുമ്പോൾ അതൊന്ന് ക്രമപ്പെടുത്തിയാൽ മാത്രം മതി. ജീവിതത്തിൽ, ദിവസത്തിൽ നിശ്ചിത എണ്ണം ഈ ദിക്റുകളൊന്ന് പതിവാക്കിയാൽ ചെയ്യുന്ന കാര്യങ്ങൾ സക്സസ് ആയി കിട്ടും. 100% ഉറപ്പായിട്ടും മഹാന്മാർ പഠിപ്പിച്ചു തന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങളൊക്കെ റാഹത്താക്കി തരട്ടെ. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കൂല. ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവനായി കേൾക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ മുഴുവൻ അപാകതകൾ അല്ലാഹു മാപ്പ് ചെയ്തിട്ടെ. അല്ലാഹു നമ്മെ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ പ്രവർത്തിക്കുന്ന നമ്മളുടെ ജോലികൾ, ബിസിനസ്സുകൾ, മറ്റ് കാര്യങ്ങളെല്ലാം, പഠനങ്ങൾ തുടങ്ങി ഏതൊക്കെ മേഖലകളുണ്ടോ അതിലൊക്കെ അല്ലാഹു വലിയ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. പലപ്പോഴും പല ആളുകളും വിളിച്ചിട്ട് ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ ഉദ്ദേശിച്ച ശമ്പളം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ശമ്പളം തടഞ്ഞു വെച്ചിരിക്കുകയാണ്, അവർ കൃത്യമായിട്ട് തരുന്നില്ല, അല്ലെങ്കിൽ ജോലി കച്ചവടം ചെയ്യുന്നുണ്ട്, ലാഭം കിട്ടുന്നില്ല, ഇങ്ങനെ തുടങ്ങിയിട്ട് എത്ര എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പറേഷൻ ചെയ്തു, പക്ഷേ ഒന്നിനും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ ആൻസർ എഴുതാൻ, വിജയിക്കാൻ കഴിയുന്നില്ല, പരാജയപ്പെട്ടു പോവുകയാണ്, ഇൻ്റർവ്യൂകൾ പരാജയപ്പെട്ടു പോവുകയാണ്, ഇങ്ങനെ തുടങ്ങിയിട്ട് എത്രയാണ് കേൾക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും റാഹത്തും വിജയവും നൽകി അനുഗ്രഹിക്കട്ടെ. ഇതിന്നൊക്കെ ഒരു പരിഹാരം വേണ്ടേ? കഴിഞ്ഞ ദിവസം ഒരു ഉമ്മ വിളിച്ച് വല്ലാത്ത കരച്ചിലാണ്. വല്ലാത്ത കരച്ചിൽ. അതെന്ന് ഞാൻ അവർക്കൊരു മുമ്പൊരു പരിഹാരം ചെയ്ത് കൊടുത്തിരുന്നു. പക്ഷേ അവർ പറയണം, ഉസ്താദ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യുന്നില്ല, അതിനൊരു ഫത്ഹ കിട്ടണില്ല എന്ന്. നമ്മൾ ചെയ്തു എന്ന് കരുതിയിട്ട് എല്ലാവർക്കും ഇപ്പോൾ അതിന് പ്രയോജനം കിട്ടണം എന്നുമില്ലല്ലോ അല്ലേ? അത് ഫലം കിട്ടിയ ഒരുപാട് ആളുകൾ വിളിച്ചു പറഞ്ഞവരുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും അവർക്ക് ഒരുപാട് റാഹത്ത് നൽകട്ടെ. കിട്ടാത്ത ഒരുപാട് ആളുകൾക്ക് അവർക്ക് അല്ലാഹു എത്രയും പെട്ടെന്നുള്ള പരിഹാരം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പ്രശ്ന പരിഹാരങ്ങൾക്ക് വിളിക്കുന്ന ആളുകൾ കോൺടാക്ട് നമ്പർ ഇൻഷാ അല്ലാഹ് കൊടുത്തിട്ടുണ്ട്. കഴിയുന്ന ആളുകൾക്ക് വാട്സപ്പിൽ വോയിസ് ആയിട്ട് അയക്കാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് ഇനി വിളിക്കാൻ, മെസ്സേജ് അയക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് കോള് ചെയ്യാം. പക്ഷേ സൗകര്യം അനുസരിച്ച് ഇൻഷാ അല്ലാഹ് അറ്റൻഡ് ചെയ്യുന്നതാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു നമ്മുടെ എല്ലാ കാര്യവും റാഹത്താക്കി തരട്ടെ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയം ഉണ്ടാകാനുള്ള ഒരു പരിഹാര മാർഗ്ഗം പറഞ്ഞു തരട്ടെ. എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ചെയ്യുന്നതിലൊക്കെ വലിയ വിജയം ഉണ്ടാകാൻ എന്ത് ചെയ്യണം? 3 ദിക്റുകൾ ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയുന്ന ദിക്റുകളാണ് ഈ പറയാൻ പോകുന്ന ദിക്റുകളൊക്കെ. നമുക്കറിയുന്ന, ചൊല്ലി പരിചയമുള്ള ദിക്റുകളാണ്. പക്ഷേ ഈ നിശ്ചിത എണ്ണം ദിവസവും 1 ചൊല്ലാൻ തയ്യാറായി കഴിഞ്ഞാൽ, നമ്മൾ എന്തുദ്ദേശം വെച്ചിട്ടാണോ അത് ചൊല്ലുന്നത്, ആ കാര്യം അല്ലാഹു ഏറ്റെടുക്കും. ആ കാര്യം അല്ലാഹു വിജയത്തിലാക്കി തരും. ഒന്നാമത്തത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി. നമുക്കൊക്കെ അറിയുന്ന ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി. മുഴുവനായിട്ടല്ല, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് മാത്രം 100 തവണ ദിവസവും ചൊല്ലുക. 100 തവണ ഏതെങ്കിലും ഒരു സമയം അതിനുവേണ്ടി തിരഞ്ഞെടുക്കാം. സുബഹിക്ക് ശേഷമോ, ദുഹറിന് ശേഷമോ, അസറിന് ശേഷമോ, മഗ്‌രിബിന് ശേഷം, എപ്പോഴാണ് പറ്റുന്നത്, ഏത് സമയത്താണോ ഒഴിവ് കിട്ടുന്നത്, അല്ലെങ്കിൽ കിടക്കുന്നതിന് മുമ്പായിക്കോട്ടെ, എപ്പോഴായിക്കോട്ടെ, 100 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്ർ ചൊല്ലുക. അതിനുശേഷം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് നമുക്കറിയുന്നതല്ലേ? നമ്മൾ എന്തെങ്കിലും വിഷയം വരുമ്പോഴോ ലാ ഹൗല വലാ ഖുവ, ഇത് നമ്മൾ പറയാറുള്ളവരാണ് അല്ലേ? അപ്പോൾ ഈ ഒരു ദിക്ർ 100 തവണ എന്ത് ചെയ്യുക, ചൊല്ലുക. ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സമയത്ത് ഇത് ഒന്ന് ചൊല്ലിയാൽ മതി. സുബ്ഹാനല്ലാഹി വഹംദിഹി ചൊല്ലി 100 എണ്ണം ചൊല്ലിയതിന് ശേഷം ലാ ഹൗല വലാ ഖുവത നമ്മൾ ചൊല്ലുന്ന സമയത്ത് മനസ്സിൽ എന്ത് ചെയ്യണം? ആ നിയ്യത്ത് വേണം. റബ്ബേ ഇന്ന കാര്യം റാഹത്തായി കിട്ടണം എന്ന നിയ്യത്തിലാണ് ചൊല്ലേണ്ടത്. അടുത്തത് അസ്തഗ്ഫിറുല്ലാ എന്നത് ഇസ്തിഗ്ഫാറാണ്. നമുക്കറിയുന്ന ഇസ്തിഗ്ഫാറാണ്. അത് 100 തവണ ഏറ്റവും കുറഞ്ഞ ചൊല്ലാം, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ 300 തവണ ചൊല്ലാം. 100 തവണ ചൊല്ലാം. ഇനി കുറച്ച് സമയമുള്ള ആളുകളാണെങ്കിൽ ഒരു 300 തവണ അസ്തഗ്ഫിറുല്ലാ എന്ന ആ ഒരു ഇസ്തിഗ്ഫാർ കൂടെ ചൊല്ലാം. ഈ ഒരു 3 ദിക്റുകൾ മാത്രമാണ് ഈ പറയുന്നത്.
ഏത് സുബ്ഹാനല്ലാഹി ബിഹംദിഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അതുപോലെ തന്നെ അസ്തഗ്ഫിറുല്ലാഹ്. ആരെങ്കിലും ഒരാൾ ഈ ഒരു 3 ദിക്റുകൾ ഞാൻ ഈ പറഞ്ഞ എണ്ണം 100 അതുപോലെ 300 എണ്ണം വീതം ചൊല്ലാം. ഇനി അല്ല എങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ് എന്നത് കൂടുതലായി 300 എണ്ണം ചൊല്ലാം. അങ്ങനെ ചൊല്ലാം. ഇങ്ങനെ ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ അവർ എന്തുദ്ദേശം, ഇപ്പോൾ കച്ചവടത്തിൻ്റെ വിഷയം മനസ്സിൽ കരുതിക്കൊണ്ടാണ് ചൊല്ലിയതെങ്കിൽ ആ കച്ചവടത്തിൽ നാൾക്ക് നാൾ അള്ളാഹു അഭിവൃദ്ധി കൊടുക്കും. സമ്പത്തിൻ്റെ വിഷയം കരുതിക്കൊണ്ടാണെങ്കിൽ സമ്പത്തിൽ അള്ളാഹു ഉയർച്ച കൊടുക്കും. ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ അള്ളാഹു ആ ജോലിയിൽ അഭിവൃദ്ധി കൊടുക്കും. പഠനത്തിൻ്റെ വിഷയത്തിലാണെങ്കിൽ പഠനത്തിൽ പുരോഗതി കൊടുക്കും. ഇങ്ങനെ തുടങ്ങിയിട്ട് ഏത് മേഖലയാണോ അവർ ഉദ്ദേശിക്കുന്നത് അതിൽ അള്ളാഹു ഫത്ഹ് നൽകുന്നതാണ് എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചായിരുന്നു. റിസ്ഖിൽ വർധന ഉണ്ടായി കിട്ടും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങൾ റാഹത്താക്കി തരട്ടെ, സന്തോഷത്തിലാക്കി തരട്ടെ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതല്ലേ, നമ്മൾ ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നമുക്കൊക്കെ അറിയുന്ന ദിക്റുകളാണ് പറഞ്ഞത്. ഇപ്പോൾ കഴിയുന്ന ആളുകൾക്ക് മറ്റുള്ളവരിലേക്കും കൂടെ എത്തിച്ചു കൊടുക്കുക. നമ്മൾ ഒരുപാട് ആളുകൾ നമ്മുടെ പരിസരങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, നമ്മുടെ കൂട്ടുകാരിൽ, കുടുംബാദികളിൽ, അല്ലേ? അപ്പോൾ അവരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കാം. നമ്മുടെ ചാനൽ ഇതുപോലെയുള്ള ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോസ് നമ്മൾ ദിവസവും അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ കഴിയുന്ന ഇതൊക്കെ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം ഇൻഷാ അല്ലാഹ്. അതുപോലെ ഷെയർ ചെയ്യാനും കമൻറ്റുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും അതുപോലെ ദുആ വസിയത്ത് ചെയ്യാനും ഒക്കെ കമൻറ്റുകൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അല്ലാഹു എല്ലാവർക്കും റാഹത്തും സന്തോഷവും നൽകട്ടെ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.